ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നാണ് പൂരട്ടോ. പൂരം എന്ന് പറയുമ്പോൾ ശരിക്കും ഇത് വിൻഷാഡിന്റെ അവിടുത്തെ പൂരാണ്, വെള്ളണിങ്ങുന്ന് എന്ന് പറയും, അവിടുത്തെ പൂരാണ്. നമ്മുടെ ഇവിടുന്നും സെറ്റ് പോകുന്നുണ്ട്. അതായത് ഇപ്പൊ ഇതിപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ വിൻഷാന്റെ വീട് വെള്ളടിക്കുന്നാണ്. നമ്മളിപ്പോൾ പുതിയ വീട് വെച്ചേക്കണതാണ് ചാത്തന്നൂര്. ഇവിടുന്ന് 2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ വിൻഷാന്റെ വീടാട്ടോ. കുറച്ച് തന്നെ ഉള്ളൂ. ഷോർട്ട് അടിച്ച് പോവാച്ച പെട്ടെന്ന് എത്തുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഇവിടുന്നും സെറ്റ് പോകുന്നുണ്ട്. ചാത്തന്നൂരിൽ നിന്ന് സെറ്റ് ഉണ്ട്. അതുപോലെ മനപ്പടി, അടുത്ത സ്റ്റോപ്പ് മനപ്പടിയെ വരുന്നത്, അവിടുന്ന് സെറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ വെള്ളടിക്കുന്ന്. പക്ഷെ ഇവിടെ നമ്മൾ വന്നിട്ട് ഇപ്പോൾ 2 കൊല്ലം ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് സെറ്റ് ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മളതിലുണ്ട്. പക്ഷെ വിൻഷാട്ടിന്റെ ഗ്യാങ്ങും വിൻഷാന്റെ ഫ്രണ്ട്സും ചെറുപ്പം തൊട്ടേ ഉള്ള ആ ഒരു ഇതൊക്കെ അവിടെയല്ലേ, വെള്ളടിക്കുന്നല്ലേ. അപ്പം നമ്മുടെ സെറ്റ് ശരിക്കും അവിടെയുള്ള ഒരു ഇതാണ് കേട്ടോ. അതായത് പിന്നെ എങ്ങനെയാ പറയാ, വിൻഷാന്റെ ടീം മൊത്തം വെള്ളടിങ്ങുന്നാണ്. അപ്പോൾ ഇവിടെ വലിയ കണക്കല്ലേ പൂരത്തിന്റെ സെന്ററിലേക്ക് ചെന്ന അതിന്റെ പൂരത്തിന്റെ ഒരുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അടുത്തൊന്നും വെള്ളടിങ്ങുന്ന പൂരത്തിന് വലിയ ഒരു ഒരുക്കോ കാര്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. ഇന്നലെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ അമ്പലത്തിലും 3-4 ദിവസമായിട്ട് കേട്ടോ പരിപാടി തുടങ്ങിയിട്ട്. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പറ്റാത്തത് കൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാത്രി ആയിരുന്നു ദിവസം. ഓരോ ടൈപ്പ് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയല്ല, ഇന്നലെ ഞങ്ങൾ പോയി. ഇന്നലെ അമ്പലത്തിൽ കഥകളിയും കാര്യങ്ങളായിരുന്നു. കുറച്ച് നേരം പുറത്ത് നിന്ന് കണ്ടിട്ട് പിന്നെ നമ്മൾ നേരെ വിൻഷാന്റെ ഫ്രണ്ടിന്റെ വീട് വെച്ചാൽ ഇവരുടെ ആ ടീമൊക്കെ ഉണ്ടാവില്ലേ, വട്ടക്കാലായ എന്ന് പറയാ, ഇവരുടെ ടീം തുടങ്ങണ ആ വീടും, അതായത് നമ്മുടെ കുട്ടാട്ടന്റെ വീട് കേട്ടോ. കഴിഞ്ഞ കൊല്ലം അതെ, നമ്മൾ മുന്നേ അതെ കേട്ടോ. അങ്ങനെ ആയിരുന്നു. എല്ലാവരും കൂടിയിട്ട് കുട്ടാട്ടന്റെ വീട്ടിൽ കൂടും, പാട്ടൊക്കെ വെച്ച് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ അവിടെ തന്നെ ചാടി തുറത്തിട്ട് എല്ലാവരും കൂടി കിട്ടി പോരാട്ടോ ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങനെ പോയി. ജസ്റ്റ് അമ്പലത്തിൽ പോയിട്ട് കുറച്ച് നേരം പരിപാടികളൊക്കെ കണ്ടിട്ട് നേരെ നമ്മൾ കുട്ടാട്ടന്റെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ കുഞ്ഞൊരു ഇതായിരുന്നു കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ഇന്ന് പൂരാണ്. ഇന്ന് രാവിലെ പരിപാടിയൊന്നുമില്ല. രാവിലേക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല. അപ്പൊ വിൻഷാട്ടത്തെ രാവിലെ ഇനിയിപ്പോ എനിക്ക് അമ്പലത്തിലൊക്കെ പോയിട്ട് തൊഴുതിട്ട് ഒക്കെ വരും. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് പൂരം സ്റ്റാർട്ട് ചെയ്യുക. ശരിക്ക് ആ കുറേ നേരമൊന്നും ഇല്ല കേട്ടോ. രാത്രിയോട് കൂടി വേഗം, രാത്രി പൂരമൊന്നും ഇല്ല, 7-8 മണിയോട് കൂടി പൂരമൊക്കെ അവസാനിക്കും കേട്ടോ. അപ്പോൾ പിന്നെ അതിഥികളുണ്ടോയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ കുറേ അതിഥികളൊന്നും ഇല്ല. മെയിനായിട്ട് ആര്യ അവരൊന്നും ഇല്ല കേട്ടോ. ആര്യക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ആരും അമ്മയില്ല. അച്ഛൻ അതുകൊണ്ട് രാത്രി പണി മാറ്റിയിട്ട്, അച്ഛൻ ലീവൊന്നും എടുത്തിട്ടില്ല. അവരില്ലാത്തതുകൊണ്ട്, ഒരു മൂടില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു. അച്ഛൻ രാത്രി പണി മാറ്റിയിട്ടൊന്ന് വന്നു പോവാന്ന് പറഞ്ഞു. പിന്നെ ആദർശ് കുറച്ച് കഴിഞ്ഞാൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ വിഷ്ണുവേട്ടനും അഞ്ചും ചിലപ്പോൾ പേരുണ്ടാവും. പിന്നെ വിൻഷാന്റെ ഫ്രണ്ട്സ്, അങ്ങനെ കുറച്ച് പേരാണ് നമ്മൾ വിളിച്ചിട്ടുള്ളൂ ഇങ്ങോട്ട്. അങ്ങനെ കേട്ടാ. അതായത് വിൻഷാന്റെ ഓഫീസിലെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളും, പിന്നെ പാറു, ജിത്തുട്ടേട്ടൻ, അങ്ങനെ കുറച്ച് നമ്മുടെ മനോജേട്ടൻ, രേഖ ചേച്ചി, അങ്ങനെ കുറച്ച് പേര് കേട്ടോ. അവരൊക്കെ രാത്രിക്ക് ഒന്ന് വരും. അങ്ങനെയാണ്. വലിയ ഇതൊന്നും നമ്മൾ ഇതിൽ കഴിഞ്ഞ കൊല്ലം ഈ പറഞ്ഞ പോലെ കുറേ പേരുണ്ടായിരുന്നു. ഇക്കൊല്ലം അത്രയും പേരില്ല തോന്നുന്നു എൻ്റെ ഒരു നിഗമനത്തിൽ. പിന്നെ കഴിഞ്ഞ കൊല്ലം അതെ, ഇക്കൊല്ലം അതെ കേട്ടോ. പുതിയ വീട് വെച്ചിട്ട് അമ്മയ്ക്കും ആര്യക്കും പൂരത്തിന് കൂടാൻ പറ്റിയിട്ടില്ല. അതാണ് എന്താണാവോ. അതിന് മുന്നേ എന്ന് പറയുമ്പോൾ നമ്മൾ വിൻഷാന്റെ വീട്ടിലായിരുന്നല്ലോ. അവിടേക്ക് എല്ലാ കൊല്ലം വരാൻ പറ്റിയായിരുന്നു കേട്ടോ. അതുപോലെ പൂരമാകുമ്പോൾ എല്ലാവരും കൂടി വരും, പൂരമൊക്കെ കാണും. അതായത് വിൻഷാന്റെ വീടിൻ്റെ ആ ഒരു ഏരിയയിൽ അടുത്ത് തന്നെയായിരുന്നു അമ്പലം. പിന്നെ അമ്പലത്തിന്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലത്തായിരുന്നു വിൻഷാന്റെ പണ്ടത്തെ തറവാട്. അതായത് ഇത് വീടാച്ച തൊട്ടപ്പുറത്തായിരുന്നു ഈ അമ്പലം കേട്ടോ. അപ്പോൾ അറിയാലോ വിൻഷാട്ടിന് ആ പൂരം എന്ന് പറയുമ്പോൾ എത്രത്തോളം ടച്ച് ഉണ്ടാവുമെന്ന്. അപ്പോൾ അതായത് ഇവരുടെ വീട്ടിലൊരു പരിപാടി പോലെയാണ് പൂരം ശരിക്കിട്ടാ. അപ്പം അങ്ങനെ ഇപ്പം കഴിഞ്ഞ കൊല്ലം എന്ന് പറയുമ്പോൾ അതുപോലെ ആര്യക്ക് വിശേഷമായിട്ടുണ്ടായിരുന്നു. ആയിട്ട് 3 മാസം കഴിഞ്ഞിട്ട് അത് അബോർഷൻ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഒരു സർജറിക്ക് കഴിഞ്ഞിട്ട് റെസ്റ്റിലിരിക്കുന്ന സമയമായിരുന്നു നമ്മുടെ പൂരം ഇതുപോലെ വന്നത്. കഴിഞ്ഞ കൊല്ലം ഇതേ സമയം കേട്ടോ. അപ്പോൾ അവൾ ആ റെസ്റ്റിലിരിക്കുന്ന ടൈമായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്കും ആയിരിക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതേപോലെ ആദർശ് വന്നു പോകട്ടെ, സീതാദർശ് അച്ഛനും കൂടിയിട്ട്. ഇക്കൊല്ലം ഇപ്പോൾ ഉണ്ണി വരാറായി, അതുകൊണ്ട് റെസ്റ്റാണ്. അതുകൊണ്ട് അപ്പോൾ അമ്മയും ആരും പേരുണ്ടാവില്ല. ബാക്കി എല്ലാവരും കുറച്ച് പേരൊക്കെ ഇങ്ങനെ വരും. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ രാവിലെ എണീറ്റിട്ടുള്ളൂ. ഇന്നലെ ഞങ്ങൾ അവിടെ പോയിട്ട് വരുമ്പോൾ തന്നെ 2 മണി ആയിട്ടുണ്ടായിരുന്നു കുട്ടാൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കേട്ടോ. പിന്നെ വന്നാൽ കിടന്നിട്ട് ഇപ്പോൾ അതേ പെട്ടെന്ന് എനിക്കേ ചെയ്ത്. ഇനി എനിക്കുള്ള പണി എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞേക്കാം കേട്ടോ. ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടച്ച് വീടൊക്കെ ഒന്ന് നീറ്റാക്കി ഇടണം. ചായക്ക് ഞാനും മിൻഷാട്ടിന് ഓട്സ് ആവും. തേജുവിന് ദോശയ്ക്ക് മാവിരിക്കുന്നുണ്ട്. അപ്പോൾ അവനത് കൊടുക്കും. മൊത്തം ഒന്ന് ക്ലീൻ ആക്കി വേഗം കുളിച്ച്
റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കണം. ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ വരൂ പറഞ്ഞിട്ട് കയറ്റിയിരുത്തണം. അതാണ് പണി. പിന്നെ ഉച്ച കഴിഞ്ഞ് നമ്മളെല്ലാവരും പൂരത്തിന് പോകട്ടാ. അപ്പോൾ ഞാൻ ആ വീഡിയോ ആയിട്ട് ഇനി ബാക്കിയൊക്കെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാട്ടോ എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ബൈട്ടോ, ഞാൻ വേഗം അടിച്ചൊരു തുടക്കട്ടെ. ഞാൻ അതൊന്നും വീഡിയോ എടുക്കില്ല, കാരണം നമ്മൾ അടിച്ചൊരു തുടക്കണതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാൻ നിന്നാൽ നമ്മുടെ പൂരം അതങ്ങോട്ട് മിസ്സാവും. നമുക്ക് ഒരുപാട് ലെങ്ത് ആവും, നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഡെയിലി ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇഗ്നോർ ചെയ്ത് വിടുകയാണ്. ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ വീഡിയോ എടുക്കണില്ല, അത് മാത്രം കേട്ടാ. അപ്പം അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഒന്ന് സെറ്റായിട്ട് കാണാം. അതിൻ്റെ ഇടയിൽ തേജ് മിനിച്ചേട്ടൻ എന്തെങ്കിലും ഒപ്പിക്കുകയാണെങ്കിൽ ഞാൻ എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പം വേഗം പഴങ്ങളൊക്കെ നോക്കട്ടെ കേട്ടാ. ഹായ്, മിനിച്ചേട്ടൻ അമ്പലത്തിൽ പോവാണ് കേട്ടാ. ഈ കുർത്ത മേത്തുനിന്ന് അവിടെ ഉരുണില്ലേ അല്ലല്ലോ. ആരൊക്കെയോ കമന്റ് ഇട്ടത് കണ്ടോ? ഈ കുർത്ത ഇട്ടിട്ടുള്ള ആ സൈഡിൽ ഞാൻ ലിങ്ക് കൊടുത്തപ്പോ അത് വിൻഷാട്ടിനാ വിചാരിച്ചു ആട്ടു. അതിലെ ലിങ്കില് ഇങ്ങനെ ബോഡി ഇങ്ങനെ കാട്ടുണ്ട്, കഴുത്തിന്റെ അടിക്കല കാട്ടണ്. അപ്പൊ കണ്ടിട്ട് വിൻഷാട്ടിന്റെ പോലെ ഉണ്ട്. വിൻഷാട്ടിനാ വിചാരിച്ചു. വിൻഷാട്ടിനെ ഇരുട്ടത്ത് കാണാൻ ഇങ്ങനെ കാണുള്ളൂ, ഒന്നും കാണാനില്ല. ഇങ്ങടക്ക് അതെന്റെ കണ്ണിന്റെ കുഴപ്പം, ഇരുട്ടാ ഫുള്ള്. ഇന്നത്തെ വിൻഷാന്റെ ലുക്ക്. ഞാനല്ലാതെ ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോളൂ. ഇതേപോലെ വരണട്ടോ. നമ്മുടെ തേജുവിന്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുറിയൊന്നും തൊട്ടിട്ടില്ല. അപ്പൊ കുളി കഴിഞ്ഞിരിക്കാണ്. തേജു വലിയ കുട്ടിയായില്ലേ? നോക്കി നോക്കൂ. അത് തേജ് വലിയ സെക്കൻഡായിട്ടോ ഇല്ലേ? 1ാം ക്ലാസ്സിക്ക് അത്ര പോണത്. എവിടെ പൂരം? എവിടെ പൂരം? ആ ആരൊക്കെ വരുന്നുണ്ട്? അഞ്ജലി ചേച്ചിയല്ല, ആ അമ്മായി, ആന്റി, അഞ്ജു ആന്റി. ഓക്കെ. അച്ഛന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് അല്ലേ? തേജുവിന്റെ ഫ്രണ്ട്സിനെ വിളിച്ചില്ലല്ലോ? എന്താ വിളിക്കാ? നീ പറഞ്ഞോ അവരോട്? പൂരണ്ട് എന്ന് പറഞ്ഞോ? സൗണ്ട് ഓഫ് ആക്ക്. പൂരണ്ട് പറഞ്ഞോ ഈ അവരോട്, എന്റെ ഫ്രണ്ട്സിനോട്? എന്തേ എന്നിട്ട് വിളിച്ചോ ഒന്ന് വീട്ടിക്ക്? എന്താടാ? എനിക്ക് ത്രെഡ് ചെയ്യാൻ പോണം കേട്ടോ. വിൻഷേട്ടൻ വന്നിട്ട് വേണം എനിക്ക് ത്രെഡ് ചെയ്യാൻ പോവാൻ. അതാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. എനിക്കാണെങ്കിൽ തല വേദനിക്കണുണ്ട് ഇവിടെ, മറ്റു കബക്കെട്ടിൻ്റെ കേട്ടോ. അതുകൊണ്ട് പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അഞ്ജും വിഷ്ണുവേട്ടനും നമ്മുടെ ആദർശം കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരിതേ വന്ന് കയറി. പിന്നെ നല്ല വെയിലാട്ടോ, മുറ്റത്തൊക്കെ നല്ല വെയിലാണ്, അവിടെ എവിടെയും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഓടി വന്ന് കയറുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തേജുവിനെ പിടിച്ചിട്ട് ആദർശം ഇതേ ഇതാക്കണ്ട. തേജുവാണെങ്കിൽ കുറേ നേരമായിട്ട് കേട്ടോ പാപ്പ വായോ പറഞ്ഞിട്ട് വിളിക്കണു. അങ്ങനെ ഇതെല്ലാവരും കയറി വെള്ളം കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതേ ഇരിക്കുക കേട്ടോ. പിന്നെ വിൻഷേട്ടനും വന്നു കേട്ടോ. വിൻഷേട്ടൻ വന്നപ്പോൾ ഞാൻ ത്രെഡ് ചെയ്യാൻ പോയിട്ടോ, ഇവരെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ വിൻഷേട്ടൻ വരെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാനിവിടെ അപ്പുറത്തെ സന്ധ്യച്ചിലെടുത്ത് ത്രെഡ് ചെയ്യാൻ പോയിട്ട് വന്നു കേട്ടോ. പോലും വരവ് കഴിഞ്ഞ് പെട്ടെന്ന് ഇവിടെ അടുത്ത് തന്നെയാലോ. അത് കഴിഞ്ഞ് വന്നപ്പോൾ ആദർശന് ഇത് ഓംലെറ്റ് വേണം, വിശക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവന് ഇത് ഓംലെറ്റ് കൊടുത്തു. അവൻ വേറെ ഒന്നും കഴിച്ചില്ല, കാരണം ഉച്ചയ്ക്ക് എന്തായാലും ബിരിയാണിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് വരുമല്ലോ. അപ്പോൾ പിന്നെ അവനത് കൊടുക്കട്ടെ ചെയ്ത്. പിന്നെ അതേ വിൻഷാന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവരൊക്കെ ഉച്ചയാകുമ്പോഴേക്കും വന്നു. അപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് വരുന്ന വഴിക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ലാലൂസ് കിച്ചണില്ലേ, അവിടെ നിന്ന് നടന്നു കേട്ടോ ഫുഡ് പറഞ്ഞത്. നമ്മൾ 6 കിലോ റൈസും കറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഇവര് പട്ടാമ്പിയിൽ തന്നെ ഇവർ ഓഫീസിൽ നിന്ന് വരുമ്പോൾ എല്ലാവരും കൂടിയിട്ട് കാറിൽ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരട്ടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവര് വിൻഷേട്ടൻ മുന്നേ വർക്ക് ചെയ്തായിരുന്നു ഓഫീസിൽ ആണ് കേട്ടോ. അതായത് പട്ടാമ്പി ബജാജിലാണെന്നില്ല വിൻഷേട്ടൻ ആദ്യം വർക്ക് ചെയ്തിടുന്നത്. അപ്പൊ അവിടെ നിന്നുള്ള സെറ്റാണ് കേട്ടോ. ഇവരൊക്കെ എപ്പോഴും ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഇപ്പൊ വിൻഷേട്ടൻ വർക്ക് ചെയ്യുന്നത് പാലക്കാടാണ്, കൊട്ടാക് മഹീന്ദ്രയില് റിക്കവറി ഓഫീസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കുറെ പേര് ഇപ്പോഴും ചോദിക്കാറുണ്ട് വിൻഷേട്ടൻ എന്താ വർക്ക് ചെയ്ത്. അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് ഫ്രണ്ട്സും വരുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മുടെ അടുത്ത് കേട്ടോ, പട്ടാമ്പിന്ന് വിർക്കാല് വരെ എളുപ്പം അടുത്തുള്ളവർ. അപ്പൊ ഇവര് ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള ഇപ്പൊ വർക്ക് ചെയ്യണത് പാലക്കാടായത് തന്നെ ഒരുപാട് ലോങ് ആണ്. അതുകൊണ്ട് കുറച്ച് ഫ്രണ്ട്സ് മാത്രം അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഓരോരുത്തരായിട്ട് ഇത് സെറ്റ് വരുന്നുണ്ട്. ഒരു സെറ്റ് കാറിൽ ഇതേ കുറച്ച് പേര് വന്നിട്ടുണ്ട്. ബാക്കിൽ ഇതേ വേറെ കാറിൽ വേറെ ടീം വരുന്നുണ്ട്. ഇവിടെ തന്നെ ബജാജത്ത് തന്നെ കേട്ടോ. അപ്പം എല്ലാവരും വരുന്നുണ്ട്. നമ്മുടെ മുറ്റം അതേന്ന് അറിഞ്ഞു കേട്ടോ. മുറ്റം മൊത്തമായിട്ട് നിറഞ്ഞിട്ടുണ്ട്.
പിന്നെ ബൈക്കുമ്മയും ഒക്കെ ആയിട്ട് എല്ലാവരും വരുന്നുണ്ട് കേട്ടാ. അപ്പോൾ ദേ നമ്മുടെ ചിത്തുട്ടേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ പാറുവിനെ കൊടുത്തിട്ടില്ല കേട്ടോ. പാറുവിന് ചെറുതുള്ള കാരണം കൺഫ്യൂഷൻ അടിച്ചിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ വരണോ വേണ്ടേ എന്നുള്ളത്. പിന്നെ കൊറിയർ അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അത് എനിക്കുള്ള കൊറിയർ ആയിരുന്നു. അതാട്ടോ വിൻഷേട്ടൻ വാങ്ങാൻ പോയിക്കണ്. അങ്ങനെ നമ്മൾ സ്പോട്ടിൽ പ്ലാൻ ഇട്ടു പാറുവിനെ വേഗം കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ട് ആദർശും ചിത്തുട്ടേട്ടനും കൂടിയിട്ട് പോയിട്ട് കാറിൽ പോയിട്ട് പാറുവിനെയും കുട്ടീനെയും കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എൻ്റെ കൊറിയർ ഇതേ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ഇതേ നല്ല വെയിലാണ് കേട്ടോ. എന്നാലും അകത്ത് കയറാൻ പറഞ്ഞ എല്ലാവരും കൂടി ഒന്നിച്ച് കയറാൻ പറഞ്ഞ അവിടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു. എല്ലാവരും കൂടി എത്തിയപ്പോൾ ഹൗസ്ഫുൾ ആയിട്ടോ. അതുവരെ നമ്മളിങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണെങ്കിലും കൂടിയിട്ട് പിന്നെ ഇവിടെ കൂടി രാത്രി വരെ വീട് നിറച്ച ആൾക്കാരായിരുന്നേ. വിൻഷേട്ടനാണെങ്കിൽ ഇവിടെ മൊത്തം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഞാൻ പറയാ നാട്ടിലൊരു സെറ്റ് ഉണ്ട്. പിന്നെ എവിടെ വർക്ക് ചെയ്താലും അവിടെയൊക്കെ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയാ റൈസ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിൽ റൈസിന്റെ പാത്രം ഞങ്ങൾക്ക് തുറക്കാൻ കിട്ടണില്ല. അതായത് ഇത് എന്താണാവോ ചൂടിൽ ഇങ്ങനെ അടച്ചിട്ട് എയർ തങ്ങിയിട്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ. നല്ല പിടുത്താടുന്നു. വലിച്ചിട്ട് എത്ര വലിച്ചിട്ടും കിട്ടിയിട്ടായിരുന്നില്ല. ഞങ്ങൾ ഒരാളല്ല ഓരോരുത്തർ വന്നവരെല്ലാവരും ഇതുമ്പോൾ കൈവച്ചിട്ടുണ്ടാവും കേട്ടോ. കുറേ നേരം ഒന്ന് പൊക്കിയിട്ടും ഓരോന്നാണ് അടിച്ചിട്ടും ഒക്കെ കുറേ തുറക്കാൻ നോക്കിയിട്ടുണ്ട്. ആദ്യം ഞാനും ഇൻഷാട്ടിനും കൂടിയിട്ട് അടന്നു വിട്ടാ ഇങ്ങനെ ഇതാക്കിയത്. പിന്നെ ഞങ്ങളുടെ ലഹള കേട്ടിട്ട് അടന്ന് ഓരോരുത്തരായി വന്നിട്ട് എല്ലാവരും ഒന്ന് കൈവച്ച് നോക്കിയിട്ടോ. പിന്നെ ആദർശ് വന്നു. ആദർശ് വലിച്ചു നോക്കുന്നുണ്ട്. ഇത് എത്ര വലിച്ചിട്ടും സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല. പിന്നെ ചിത്തുട്ടേട്ടൻ വന്നു. എല്ലാവരും വന്നിട്ട് നോക്കി അവസാന സാധനം തുറന്ന് കിട്ടിയിട്ടോ. അത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാട്ടത് എങ്ങനെ തുറന്നു എന്നുള്ളതൊക്കെ. അതേ കയറിയതായിട്ടാവൂലേ. കിട്ടില്ല ആ സൈഡ് പിടിച്ചിട്ട് പാത്രം കൊണ്ടുവരാ അങ്ങനെ എങ്ങനെയൊക്കെ തുറന്നെടുത്തു കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ വിഷ്ണുവേട്ടനും അഞ്ജുനും തേജുവിനും കൂടിയിട്ട് ഫുഡ് കൊടുത്തു കേട്ടോ. അവരെല്ലാവരും ഒന്നിച്ചിരിക്കും. ഇപ്പൊ വേണ്ട പറഞ്ഞിട്ട് അവരൊക്കെ നേരെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവർക്ക് ആദ്യം കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ആട്ടോ ഇവര് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവര് കുറച്ച് പേര് ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ വിൻഷാന്റെ ഇപ്പൊ വർക്ക് ചെയ്യണില്ലേ കോട്ടയക്ക്, അവിടെ നിന്നുള്ള വിൻഷാന്റെ 2 ചങ്കോള് വന്നിട്ടുണ്ട് കേട്ടോ. അവർ 2 പേരും വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റേ സരീഷ് ചേട്ടനും സുധിൻ ചേട്ടനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവർ 2 പേരും ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തേജുവിനെയും ഇവരേനും കൂടിയിട്ട് റൂമിക്ക് ഇരുത്തിയിട്ട് ആകെ മൊത്തം അവിടെ തിരക്കായല്ലോ. തേജു ആണെങ്കിൽ അഞ്ജുവിനെ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം തേജുവിന് കളർ ചെയ്യുക പെയിന്റ് ചെയ്തൊക്കെ ഭയങ്കര ഇഷ്ടമല്ല. അപ്പൊ അതിലേക്ക് ഇത് അഞ്ജു ഇരുന്നപ്പോൾ അഞ്ജുവിന് പിന്നെ തൊയിരം കൊടുത്തിട്ടില്ല കേട്ടോ. അഞ്ജുവിനെ പോണ വരെ ഇതുമ്മ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ലാസ്റ്റ് എനിക്ക് പാവം തോന്നിട്ടോ അഞ്ജു ഇരിക്കുന്നത് കണ്ടപ്പോൾ. ഉറക്കം വന്നാൽ ഉറങ്ങാനും പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ ചെറുത് വന്നു കേട്ടോ. ചെറുതിനെ പോയിട്ട് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പാറും ചിത്തുട്ടേട്ടന്റെ കുട്ടിയും ചിത്തുട്ടേട്ടനും ഇതെല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ചെക്കൻ കരയില്ല ഒതുങ്ങിയിരിക്കുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ നന്നായി പേടിപ്പിച്ചു കേട്ടോ. ഇടയ്ക്ക് കരയുക, കരച്ചിൽ നിർത്തുക, കുറച്ചേരം കളിക്കുക, വീണ്ടും കരയുക, കരച്ചിൽ നിർത്തുക, കുറച്ചേരം കളിക്കുക. ഈ ടൈപ്പാണെന്ന് കേട്ടോ. ഞങ്ങളതിനൊന്നും പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ഭാഗ്യം ചിത്തുട്ടേട്ടൻ പോയിണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് രക്ഷപ്പെട്ടു. പിന്നെ എല്ലാവരുടെയും ഫുഡ് അടിക്ക് കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് തുടങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ മാത്രമേ കഴിക്കാണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനും പാറും നമ്മുടെ വിൻഷാട്ടനും ആദർശം എല്ലാവരും കൂടിയിട്ട് ഇതേ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുതിനെ അതേ ചുറ്റുട്ടായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അഞ്ചും വിഷ്ണുവാട്ടനായിട്ട് ഇപ്പോൾ വീഡിയോ കൊടുക്കുന്ന ആൾക്കാർ, അതാണ് അവരെ കാണാത്തത്. പിന്നെ നമ്മുടെ തേജ് പിന്നെ ചെക്കന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ ആരെ കിട്ടിയാലോ ചെക്കന്മാരായാൽ മതി. അവന് കളിക്കാൻ ബോൾ എടുത്തിട്ട് എങ്ങനെയെങ്കിലും അവൻ കൈശലാക്കൂട്ടോ നിന്ന് കളിച്ചോളൂ അവൻ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ട്, അവരവിടെ കളിക്കുന്നുണ്ട്, കുറേ പേര് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ ഉള്ളൊരു ഇതിലായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് ഇവരൊക്കെ ഓഫീസിലേക്ക് പോകാം കേട്ടോ. ഫുഡ് കഴിക്കേണ്ട ബ്രേക്കിലായിരുന്നു നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ നടന്നുള്ള ഫുഡ് അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ ഓഫീസിൽ കയറേണ്ട ടൈമൊക്കെ ആയപ്പോൾ എല്ലാവരും പോവാണ് കേട്ടോ. പട്ടാമ്പി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ അടുത്താണല്ലോ. അപ്പോൾ അതേ അവർ വേഗം പോവാൻ നോക്കുക കേട്ടാ. പോണ്ടേ ഇവിടെ നിന്നോ ഇപ്പൊ എങ്ങടാ? ഇല്ല അല്ല ഈ കാര്യങ്ങള് കുട്ടി
അവിടെ ഉണ്ട് അല്ലേ? എന്റെ കുട്ടി അവിടെ ഉണ്ട്. അവരെല്ലാവരും പോയിപ്പോ ഇതൊരുമാതിരി ആളൊഴിഞ്ഞ പുരപ്പറമ്പ് പോലെ ആയിട്ടോ. അതായത് മൊത്തത്തിൽ ഇങ്ങനെ തിരക്കൊക്കെ പോയി നമ്മളാകെ എന്തോ ഒരു ഇതായിട്ടാ. പിന്നെ ഞങ്ങൾ എല്ലാവരും അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ TV ഒക്കെ കാണുക കേട്ടോ. നേരത്താണ് നമ്മുടെ ജിഷ്ണുവേട്ടൻ വന്നത്. ജിഷ്ണുവേട്ടൻ ജോബ് കഴിഞ്ഞ് ഒന്ന് വൈകുന്നേരം അവളോട് കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ജിഷ്ണുവേട്ടനും വന്നു. സുജില പിന്നെ അവിടെ അറിയാലോ 28 കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവൾക്ക് അങ്ങനെ വരാനൊന്നും പറ്റാത്തതുകൊണ്ട് ആളില്ല കേട്ടോ. സുജിലയിലെ കുട്ടിയില്ല. അടുത്ത വർഷം ഞങ്ങളിങ്ങനെ പറയുകയായിരുന്നു കേട്ടോ, അങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത വർഷം ഈശ്വരായ മുറ്റത്തുനിന്ന് കയറ്റാൻ നേരം ഉണ്ടാവില്ല ഇവരുടേന്ന്. കാരണം തേജു, നമ്മുടെ ജിത്തുട്ടേട്ടൻ്റെ കുട്ടി, അവർ വലുതായി ഉണ്ടാവും. ജിഷ്ണുട്ടേട്ടൻ്റെ കുട്ടി വലുതാവും. പിന്നെ ആര്യയുടെ കുട്ടി, ആകെ മൊത്തം പിള്ളേരുടെ കളിയാവും കേട്ടോ മുറ്റത്തുണ്ടാവുക ഇതുപോലെ പൂരത്തിനൊക്കെ വരുമ്പോൾ. അപ്പം അത് ഞങ്ങളിങ്ങനെ ഞാനും പാറുവരുന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ജിഷ്ണുട്ടേട്ടൻ മുഖമൊക്കെ കഴുകി ഇതേ ആദർശം ഇവരൊക്കെ ആയിട്ട് ഓൾറെഡി ആദർശമായിട്ട് എല്ലാവരും കമ്പനി ആട്ടോ. അവിടെ എത്തിയെന്നറിയിക്കാൻ വേണ്ടിട്ടാ. കാട്ടുകൂടണോ ആട് ആവാക്കിയത്. കൊതു വെച്ചോ സുന്ദര 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 ചോച്ചോ. ഇതിന്റെ ഇടയിൽ ജിഷ്ടായിട്ട് ഒന്ന് കളിപ്പിച്ചിട്ട് കരയിപ്പിച്ച് നല്ല കരച്ചിലാണെന്ന് കേട്ടോ. അവൻ കരഞ്ഞു തുടങ്ങി. അങ്ങനെ കരച്ചിലൊക്കെ മാറ്റിയിട്ട് വീണ്ടും കൊടുത്ത് കെടുത്തിട്ട് ഇരുന്ന് കളിക്കണത് കേട്ടോ. ഇടയിലിടയിൽ ബ്രേക്കിൽ കളിയാടുന്നു കേട്ടോ. പിന്നെ ആദർശമായിട്ട് നല്ല സെറ്റ് ആയിക്കണു കേട്ടോ ആള്. വണ്ണുള്ളവരുടെ അടുത്തേക്ക് പോണുള്ളൂ. അത് വരണം അതിന് വേണ്ടിട്ടാ. അച്ചാച്ചൻ മാമല്ല പിന്നെ അതേ കുറച്ചു നേരം ചക്കരയെ കൊണ്ട് ഇതേ ഉമ്മർത്ത് വന്നിരുന്നു കേട്ടോ. അപ്പോൾ വെയില് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, വൈകുന്നേരം ആയി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഉമ്മർത്തിരുന്നിട്ട് ഇവരുടെ കളിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ജിഷ്ണേട്ടനെ കണ്ട കുട്ടിക്ക് അറിയും, അത് എന്താ വെച്ചാൽ അറിയില്ല. ജിഷ്ണേട്ടനെ കണ്ട കാര്യം ഞങ്ങൾ കളിയൊക്കെയാണ്. ജിഷ്ണേട്ടൻ വണ്ണില്ലാത്തോണ്ടാണ്, ഞങ്ങളൊക്കെ വണ്ണുള്ള കാരണം ഞങ്ങൾ ആരുടെ അടുത്ത് ഇരിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ജിഷ്ണേട്ടൻ അതിനെ മൈക്ക് എടുത്തേ തീരുമെന്ന് പറഞ്ഞിട്ട് ഇത് എടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടാ. കാറ്റിനോണ്ടൊരു സുഖം ഉണ്ടാവും ചിലപ്പോ. കുഞ്ഞിച്ചക്കന്റെ വീഡിയോ എന്തേലും കാണണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഇവരെ കാണുമ്പോഴാട്ടോ കാണുള്ളൂ. കൂടുതൽ കുഞ്ഞിച്ചക്കന്റെ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ പാറുവിന്റെ ചാനൽ എടുക്കണേ. പാറുടെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവൾ ഇടയ്ക്ക് ആക്റ്റീവ് ആവും, ഇടയ്ക്ക് ഒരു മാസം അവൾ ബ്രേക്ക് എടുക്കും. അങ്ങനെയാണ് അവളുടെ ചാനലിന്റെ പോക്ക് കിട്ടുക. ഇടയ്ക്ക് ഭയങ്കര ആക്റ്റീവ് ആവും, അത് കഴിഞ്ഞാൽ കുറച്ച് ബ്രേക്ക്. അതാണ്. അപ്പോൾ അവളുടെ ചാനലിന്റെ പേര് പാർവതി വിഷ്ണു എന്തോ 04 അങ്ങനെ എന്താണ് കേട്ടോ. പാർവതി വിഷ്ണുവിടെ വീഡിയോയിലൊക്കെ വന്ന് കമന്റ് ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഈ വീഡിയോയിൽ എന്തായാലും വന്ന് കമന്റ് ഇടുണ്ടാവും. അപ്പോൾ അവളുടെ ചാനൽ നോക്കുകയാണെങ്കിൽ കുഞ്ഞിച്ചക്കന്റെ പുതിയ പുതിയ വീഡിയോസ് കാണാട്ടാ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക കുട്ടീനെ. കുട്ടിയും വളർന്ന് വരട്ടെ. അങ്ങനെ ദേ എന്താ പറയുക, അതാ അവരവിടെ കളിക്കട്ടെ. തേജും ഇഷ്ടായിട്ടും വരെ കൂടിയിട്ട് അവിടെ കളിക്കുകയാണ്. അപ്പോൾ ബോള് തട്ടൂല. അപ്പോൾ നമ്മളിതേ ഒരു പായൊക്കെ വിരിച്ച് കുറച്ച് ഹാളിൽ കെടുത്തിയിട്ട്. അപ്പോൾ ഉണ്ണിയുടെ പേര് കുറേ പേര് ചോദിച്ചു. വിഹാൻ വിഷ്ണു എന്നാണ് കേട്ടോ ഉണ്ണിയുടെ പേര് വരണത്. പിന്നെ വന്നു പോവാ കടിക്കണോട്ടാ. ഞങ്ങൾക്ക് പറ്റിയല്ലേ, ഞങ്ങൾക്ക് പറ്റിയല്ലേ. തേജുവിന്റെ ഒരു
സ്വഭാവം എങ്ങനെയാന്ന് വെച്ചാൽ ബാറ്റിംഗ് ആർക്കും വിട്ടു കൊടുക്കില്ല കേട്ടോ. എത്ര ഔട്ടായാലും അതെ ബാറ്റ് വിട്ട് കളിയില്ല, എത്ര ഔട്ടായാലും അവൻ വിട്ടു കൊടുക്കില്ല കേട്ടാ. അപ്പൊ ഇവരാണെങ്കിൽ അവനങ്ങനെ കയറ്റി കൊടുക്കാട്ടോ, ഔട്ടായി ബാറ്റ് കൊടുക്കും പറഞ്ഞിട്ട് വരുന്നത് ബാറ്റ് തട്ടിപ്പറിച്ച് വാങ്ങുകയായിട്ട് ചെയ്യുന്നത്. ഇവരിങ്ങനെ മൂശായിട്ട് കയറ്റി കേട്ടോ. അങ്ങനെ ഇതേ ആദർശും എല്ലാവരും കൂടി കളിയാണ്. പിന്നെ വിൻഷേട്ടൻ ഇതേ പൂരപ്പറമ്പിലേക്ക്, അതായത് ഇവരുടെ സെറ്റ് ഇറങ്ങേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പൊ വിൻഷേട്ടൻ അവിടുന്ന് നമ്മൾ ഇന്നലെ പോയില്ലേ വട്ടക്കാലായ, അവിടുന്നാണ് കേട്ടോ ഒരു സെറ്റ് ഇറക്കുക. അപ്പൊ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഇത് ബ്ലാക്ക് ആണ് ഇവരുടെ ഡ്രസ് കോഡൊക്കെ വരുന്നുണ്ടായിരുന്നത്. ഇവര് ഡ്രസ് കോഡ് സെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ എല്ലാവരും ബ്ലാക്ക് ഇടാന്നുള്ള ഒരു പ്ലാനിൽ അങ്ങനെ ചെയ്തേക്കണ്. അപ്പൊ വിൻഷേട്ടന്റെ കൂടെ മറ്റേ സുധിൻ ചേട്ടനും പിന്നെ നമ്മുടെ എന്താ പറയാ സരീഷ് ചേട്ടനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ചൊന്ന് ഇരുട്ടായിട്ടൊന്ന് വെയിലൊക്കെ ഒന്ന് മങ്ങി, പിന്നെ നമ്മുടെ മനോജേട്ടൻ വരാണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ വന്ന് ഒന്നിച്ച് വരാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിൽക്കണത്. പിന്നെ നമ്മുടെ പാറുണ്ട് ചെറുത് കേട്ടോ, വിച്ചുട്ടൻ നല്ല ഉറക്കമായിരുന്നു. അപ്പൊ ഉറങ്ങി എനിക്ക് വാശിക്കൊന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവരിവിടെ നല്ല കളിയിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറപ്പെടുന്നുണ്ട്, എന്തായാലും ഉണ്ണി ഉറങ്ങല്ലേ, അപ്പൊ ഞങ്ങൾ പുറപ്പെടാം. എനിക്ക് അവനെ കൊണ്ടുപോകണം എന്നുള്ള പ്ലാനായിരുന്നു. പക്ഷെ പൊടിയും കാര്യങ്ങളും ഉണ്ടാവും, മിനിമം വാശി പിടിച്ചാൽ നമ്മൾ പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയില്ല കേട്ടോ. വിഷ്ണുവേട്ടനും പാറും വന്നില്ല, അവർ വീട്ടിൽ തന്നെ ഇരുന്നു. ബാക്കി ഞങ്ങൾ എല്ലാവരും പൂരപ്പറമ്പിക്ക് പോയിട്ടാ. പിന്നെ ആദർശനെ അതേ ബാറ്റ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ് കേട്ടോ വിഷ്ണുവേട്ടൻ നിന്നിട്ട്. അപ്പൊ ഞങ്ങൾ കളിയൊക്കെ ഇട്ടതിലേക്ക് നന്നായിട്ട് നമ്മുടെ തേജ് ബാറ്റ് ചെയ്യില്ല, അടക്കത് ബാറ്റ് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഞങ്ങൾ വേഗം പുറപ്പെട്ടു കേട്ടോ. പുറപ്പെട്ടിട്ട് നമ്മൾ പോവാൻ നിൽക്കണം. ഇവരിപ്പോഴും കൺഫ്യൂഷനിലാണ്, പോരണോ പോരണ്ടേ വെച്ചിട്ട്. മനോജേട്ടനാണെങ്കിൽ സൈഡായിട്ടോ, ഞാനും ഇവരുടെ കൂടെ ഇരിക്കൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക കേട്ടോ. അപ്പൊ ഞങ്ങൾ രേഖ ചേച്ചി അതെ പോണം പറ്റിയില്ല, രേഖ ചേച്ചിക്കും അതേട്ടാ പൂരും ഇതൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പൊ പോണം പറഞ്ഞിട്ട് മനോജേട്ടൻ അതേ കുത്തി പൊക്കുന്നുണ്ട്. അപ്പൊ പിന്നെ പാറും ജിത്തുട്ടേട്ടനും ചുടനും കൂടിയിട്ട് ഉണ്ണിയും കൂടിയിട്ട് വീട്ടിലിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഓരോരോ കാറിലായിട്ട് ഇറങ്ങി. പാറുവിനാണെങ്കിൽ വരണമെന്നുണ്ട് കേട്ടോ. കുട്ടി ചെറുതായി പുറപ്പെട്ടു, എൻ്റെ ഇത് ലിപ്സ്റ്റിക് ഒക്കെ എടുത്തിട്ടിട്ട് നല്ല സെറ്റായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ പറഞ്ഞ പോലെ തിരക്ക് ഉള്ളിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരക്കില്ല, പക്ഷെ പൂരത്തിന്റെ ഒരു ക്രൗഡ് അറിയാലോ. ഇനിയിപ്പോൾ അഥവാ വാശി പിടിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ എന്നാ വേണ്ട അടുത്ത കൊല്ലം എല്ലാവരും കൂടി പോവാന്നൊക്കെ പറഞ്ഞിട്ട് പാറുവിൻ്റെ അവിടെ ഇരുന്നു കേട്ടോ. അവളില്ലേ നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതേ പോയി. ഞാനും വിഷ്ണുവേട്ടനും ആദർശും അഞ്ചും തേജും കൂടിയിട്ട് നമ്മുടെ ആദർശിന്റെ കാറിലും ജിത്തുട്ടേട്ടനല്ല നമ്മുടെ ജിഷ്ണുവേട്ടനും മനോജേട്ടനും രേഖ ചേച്ചി കൂടിയിട്ട് മനോജേട്ടന്റെ കാറിലും അങ്ങനെ ഏട്ടാ പോകുന്നത്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആയി. ഇവിടുന്ന് ഇങ്ങോട്ട് അടുത്ത സെറ്റ് നമ്മൾ ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ മനപ്പടി സെറ്റ് ചെയ്ത്. അപ്പോൾ മനപ്പടി സെറ്റൊക്കെ ഇതേനെ അങ്ങനെ പോകട്ടെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ബ്ലോക്ക് വരും. അപ്പോൾ നമ്മളൊരു സൈഡിൽ വണ്ടിയാക്കി പാർക്ക് ചെയ്യാൻ നോക്കിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതേ മനോജേട്ടൻ ഒരു സൈഡിൽ വണ്ടി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഇത് ആദർശിന്റെ വണ്ടി കയറ്റി ഞങ്ങൾ ഇത് അവരെ കാത്തിട്ടാണ് നിൽക്കണത്. ഇനിയിപ്പോൾ അതൊക്കെ അങ്ങോട്ട് നടന്നിട്ട് കുറച്ചങ്ങോട്ട് കേട്ടോ അങ്ങോട്ട് നടന്ന അമ്പലം അയക്കണു. അപ്പൊ ഇതേ അങ്ങോട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടാ. അല്ല അവരപ്പുറത്തെ സൈഡിലാ, അത് കഴിഞ്ഞ അമ്പലായി. ഈ ഒരു സമയത്ത് ഇതെല്ലാവരും ഇവിടെ തന്നെ ഔട്ട്. ഇവിടുന്ന് ഇതേ റൈറ്റിലേക്ക് ആ ഒരു വഴിയില്ലേ, അത് വിൻഷേട്ടൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. അവരെല്ലാവരും പൂരപ്പറമ്പിൽ തന്നെ കേട്ടോ. അവരൊക്കെ നേരത്തെ പോന്നിക്കണു തോന്നിട്ട് 4-5 മണിയാകുമ്പോൾ തന്നെ അവർ പൂരത്തിൻ്റെ ഒപ്പം പോന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് വൈകിട്ടാട്ടോ, മെയിനായിട്ട് ഉണ്ണികളൊക്കെ ഉള്ള കാരണം. പിന്നെ എല്ലാവരും ഒരു തിരക്കും പിന്നെ ക്ഷീണവും ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഇരുട്ടായിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. അതുകൊണ്ട് എല്ലാവരും പൂരപ്പറമ്പിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേജുവിനെ ഇതേ കണ്ട വഴിക്കാൻ വിൻഷേട്ടൻ അതേ തലയിൽ കയറ്റിയിട്ട് നല്ല ചാട്ടായിരുന്നു കേട്ടോ. പിന്നെ തേജുവിന് ഇതവിടെ കമ്പനിക്ക് പെങ്ങളുടെ കുട്ടിയും മറ്റേ എന്താ പറയാ ചേട്ടന്റെ കുട്ടി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഇടയിൽ അവരൊപ്പം നിന്ന് ചാടുന്നുണ്ട്. അപ്പൊ അവരുടെ കൂടെ പിന്നെ തേജ് അങ്ങോട്ട് സെറ്റായിട്ട് നല്ല കളിയാടുന്നു. പിന്നെ അത് ഇപ്പുറത്തെ സൈഡിൽ വിൻഷേന്റെ അച്ഛനും ഉണ്ട് കേട്ടോ. അച്ഛനും നിന്ന് അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. ഇതേ കാണുന്നത് വിൻഷേന്റെ അച്ഛനാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്നത് വിൻഷേന്റെ കസിൻസ് ആണ്. എല്ലാവരും അതെ കേട്ടോ. വിൻഷേന്റെ നാടാണല്ലോ, വിൻഷേന്റെ നാട്ടുകാർ തന്നെയാണ് മൊത്തം. പിന്നെ വിൻഷേട്ടൻ പൂരപ്പറമ്പിൽ പൂരത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു വേറെ വൈബാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും ഞാൻ ആദ്യം വിൻഷേട്ടൻ അങ്ങനെ ചാടണമൊക്കെ കാണുമ്പോൾ പറയും വിൻഷേട്ടൻ ചാടണ കണ്ട് ശരിക്കും 2 അടിച്ചിട്ട് ചാടണ പോലെ ഉണ്ട് ഇത്. പക്ഷെ വിൻഷേട്ടൻ ഇങ്ങനെ ചാടാൻ അടിക്കേണ്ട ആവശ്യമില്ല. വിൻഷേട്ടൻ ഈ കൊട്ട് പാട്ട് ചെക്കന്മാരെല്ലാവരും കൂടി അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ വിൻഷേട്ടൻ ഒരു വേറെ ലോകത്തേക്ക് എത്തും കേട്ടോ. അതൊരു വേറെ വൈബാണ്. അതിന് 2 അടിക്കണതൊന്നുമില്ല എന്നാണ് വിൻഷേട്ടൻ പറയാട്ടാ. പിന്നെ എനിക്കും അതേട്ടോ വിൻഷേട്ടന്റെ കൂടെ കൂടിയിട്ടാണ് ഈ പൂരപ്രാന്ത് സിനിമ പ്രാന്ത് ഒക്കെ കയറിയത് കേട്ടോ. ഇനിയിപ്പോ മൊത്തം
പൂരത്തിന് ഇനി ഞങ്ങളുടെ വ്ളോഗിലായാലും ഷോർട്സിലായാലും നിങ്ങൾ കൂടുതൽ കാണുക പൂരും വേല ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാവട്ടെ. ഇനിയിപ്പോൾ മൊത്തം പൂരത്തിന്റെ സീസൺ ആയല്ലോ. ഇനി അടുപ്പിച്ച് ഇവിടെ പൂരങ്ങളുടെ കളിയാണ്. എല്ലാ പൂരത്തിനും കൊണ്ടുപോകും ചെയ്യും കേട്ടോ. വിൻചേട്ടൻ അത് നിർബന്ധമാണ്. എവിടെ പൂരണ്ടെങ്കിലും ഇങ്ങോട്ട് പറയും, എടി ഇവിടുത്തെ പൂര പോണട്ടൊന്ന് വൈകിട്ട് അങ്ങനെയായിട്ട് പറയാറ്. പിന്നെ നമ്മുടെ ഷോർട്സിൽ നമുക്ക് പൂരം കാണാം. എത്ര പൂരങ്ങളായിട്ട് കാണാൻ കൊടുക്കണമെന്ന് അറിയോ. അങ്ങനെ ഇതേ പൂരങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അടിക്ക് ഇറങ്ങി കേട്ടോ. ബാക്കിൽ പാടം നികത്തിയിട്ടുണ്ട്. അമ്പലപ്പറമ്പല്ല, അമ്പലത്തിന്റെ ബാക്കിൽ. അപ്പൊ അവിടേക്ക് ഇതേ പൂരങ്ങളൊക്കെ ഇറക്കിയിട്ട് ഇനി എല്ലാവരും കൂടി ഒരു കലാശക്കോട്ടം പോലെ അവിടെ ഇട്ട് കൊട്ടി തീർക്കുകയാണ് ചെയ്യുക. പിന്നെ ഇപ്രാവശ്യം കാളേനെയും കൂടി ഒരു സെറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആദ്യമായിട്ടാട്ടോ ഞാൻ കാണണത്. ഇവിടെ കാളേനെ ഇറക്കിയിട്ട് കാളപ്പൂരം പോയിട്ടുണ്ട് ഞാൻ കുറെ. ഇവിടെ നമ്മുടെ മനോജേട്ടൻ്റെ അവിടുത്തെ പൂരമൊക്കെ വലിയ കാളപ്പൂരം കേട്ടോ. പക്ഷെ ഇവിടെ നമ്മുടെ ആദ്യമായിട്ടാട്ടോ കാളപ്പൂരം കാള ഇറക്കിയിട്ടുള്ളത്. പിന്നെ മറ്റെന്തുട്ടാ ഗരുഡനോ അങ്ങനെയൊക്കെ ഇല്ലേ, ഓരോ ഇങ്ങനെ തെയ്യം അങ്ങനത്തെ ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പേരറിയില്ല, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് അതിൻ്റെ പേരോളൊന്നും അറിയാത്തതുകൊണ്ടാട്ടാ. അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ. പിന്നെ പൂരങ്ങളൊക്കെ 2 സെറ്റോ 3 സെറ്റോ ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് തിരക്ക് വന്നിട്ടില്ല. കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല തിരക്കാവും. പിന്നെ ഇവർ ഐസ്ക്രീമും വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും. വീഡിയോയിലെടുത്താൽ ശരിയാവില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വിൻഷാൻ്റെ അച്ഛൻ ഐസൊക്കെ വാങ്ങിയിട്ട് ഇതേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിൻഷാൻ്റെ അടുത്ത് എല്ലാവരും പൂരത്തിൻ്റെ ഒരു വൈബിലാണ് കേട്ടോ നിൽക്കുന്നത്. വിൻഷാൻ്റെ അച്ഛനായാലും അതെ കേട്ടോ. ഇവിടുത്തെ പൂരം അങ്ങനത്തെയൊക്കെ ഭയങ്കര ടച്ചുള്ളതാട്ടോ അവരുടെ. വിൻഷാൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും അതെ കേട്ടോ. പൂരവും കാര്യങ്ങളൊക്കെ ഞാൻ സത്യം പറയാലും ഇവിടെ വന്നിട്ടാട്ടോ ഇങ്ങനെ ഒരു പൂരം എന്നൊക്കെ പറയുമ്പോൾ ഒരു വികാരം കൊണ്ടേക്കുന്നത്. ഞാനൊക്കെ അവിടെ എൻ്റെ വീട്ടിലാവുമ്പോൾ നമ്മുടെ അവിടുത്തെ പുതുർത്തി പൂരം ആ ഒരു പൂരമാണ് നമ്മുടെ എല്ലാ പൂരും. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എല്ലാ പൂരം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് കൂടുതൽ അറിയണത് കേട്ടോ. അതായത് എല്ലാ അമ്പലത്തിലെ പൂരങ്ങൾക്കും പോവും. അപ്പോൾ വിൻഷാൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും എല്ലാവരും അങ്ങനെയാട്ടോ. ഒരു ഫാമിലി മൊത്തം അങ്ങനെ പൂരമായിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ ഒക്കെ കേട്ടാ. അത് അതായത് ഇപ്പം നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങൾ മാത്രമല്ല, നമ്മുടെ ഈ ഏരിയയിലെ ഫേമസ് ആയിട്ടുള്ള വലിയ വലിയ പൂരങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനെ എല്ലാ പൂരങ്ങൾക്കും പോവും. അല്ലാണ്ട് നമ്മുടെ അടുത്തിപ്പോൾ ഒരു 4-5 അമ്പലം ഉണ്ടെങ്കിൽ ആ അമ്പലത്തിലെ പൂരങ്ങൾ എന്നല്ല പറയണത്. പാമക്കാവ് ഇതൊക്കെ നമുക്ക് കുറച്ച് ലോങ് തന്നെയാണ്. ആമക്കാവ്, ചാലിശ്ശേരി ഇതൊക്കെ അത്യാവശ്യം ലോങ് ഉണ്ട്. എന്നാലും അതൊക്കെ അത്യാവശ്യം ഫേമസ് ആയ പൂരങ്ങളല്ലേ. അതുകൊണ്ട് നമ്മൾ അവിടേക്കൊക്കെ പോവും കേട്ടോ. പിന്നെ തൃശ്ശൂർ ആ സൈഡത്തെ പൂരത്തിനൊന്നും പോവാറില്ല. നമ്മുടെ ഈ ഒരു ഏരിയ മൊത്തം കവർ ചെയ്യാറുണ്ട്. പിന്നെ അതേ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേജൂര് അതേ ജിഷ്ണായിട്ട് എടുത്തോണ്ട് പോയിട്ടുണ്ട്. കാരണം തേജൂര് മറ്റേ സംഭവം പേടിയാ. തേജൂര് ആ പേടിയുള്ളത് എന്തുട്ടാ ഗരുഡനോ എന്താ പറയുക, ആ കൊക്ക് പോലൊരു സാധനം. ആ തേജൂര് ദാദാ ഇതൊക്കെ തേജൂര് ഭയങ്കര പേടിയാണ്. അപ്പം അങ്ങനെ അവരാക്കരുത്, പേടി മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തേക്കൊക്കെ അവരെ കൊണ്ടുപോയിട്ടാ.
ഏകദേശം പൂരം ഒതുങ്ങി തുടങ്ങിയപ്പോൾ നമ്മൾ പോന്നു കേട്ടോ. ഫുള്ളായിട്ട് പൂരം കഴിയാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം. കാരണം പാറും അവരൊക്കെ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിൻഷാൻ്റെ സെറ്റ് അങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ പോയി തുടങ്ങിയപ്പോൾ നമ്മൾ പോന്നു കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ ഒരു കലാശക്കോട്ട കണ്ടിട്ട് പോരാട്ടം ചെയ്ത് പിന്നെ പോവാൻ നേരത്തെ ഇവരുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപാടികൾ. അപ്പോൾ നമ്മുടെ തേജു ഇതേവരെ കണ്ടപ്പോൾ വീണ്ടും പേടിയായിട്ടാ. ജിഷ്ണേട്ട കൊണ്ടായിട്ട് തൊടിപ്പിച്ചിട്ടൊക്കെ കൊടുത്തതായിരുന്നു. പേടി മാറിയതായിരുന്നു. പിന്നെ അതേ ഇവര് വീണ്ടും ഇങ്ങനെ വരുമ്പോൾ അവർ പേടിയാ പറഞ്ഞാൽ പിന്നിക്ക് തന്നെ പോവാട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വേഗം പോകുന്നു. പിന്നെ വിളിച്ചാൽ വരണില്ല. അവൻ്റെ വിചാരം നമ്മൾ വീണ്ടും അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകുക വിചാരിച്ചിട്ട് വേണ്ട പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് കയറി കിടന്നു കേട്ടോ. പിന്നെ നമ്മൾ പതുക്കതേ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നടക്കുകയാണ്. നമ്മുടെ വണ്ടി കുറച്ച് ദൂരെയല്ല കൊണ്ടിട്ടേക്കണത്. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് അങ്ങോട്ട് കുറച്ച് നടക്കാണ്ടായിരുന്നു. കാരണം നമ്മൾ പോകുമ്പോൾ നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി തിരിച്ചിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ കുറച്ചധികം നടക്കാനും ഉണ്ടായിരുന്നേ. പിന്നെ കാറിട്ടതിൻ്റെ നേരെ മുകളിൽ ഇതൊരു മാങ്ങ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാങ്ങ പൊട്ടിക്കാനുള്ള തത്രപ്പാടിലാണ് ജിഷ്ണുവേട്ടൻ. ഇത് പറഞ്ഞിട്ട് പൊട്ടിച്ചിട്ടേ പോരൂ എന്നുള്ളൊരു വാശിയിലാട്ടാ. മതി തോറ്റു, ഇനി കാലെടുക്കണ്ട പോരെ. കിട്ടി. ഞാൻ ചോക്കിട്ട് ഇവരെന്താ ചെയ്യണേ? എന്താ ചെയ്യണേ? അപ്പൊ ഇവര് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. 9 മണിയൊക്കെ ആയിട്ടായിരുന്നു. അപ്പൊ വല്യമ്മയാണെങ്കിൽ എവിടെ എത്തി എന്തായി പോന്നോ വെച്ച് വിളിക്കുന്നുണ്ട്. പിന്നെ അഞ്ചൂരും വയ്യ. അപ്പൊ അവര് നേരെ വീട്ടിൽ പോവാനും വീട്ടിൽ കയറണില്ല, നേരെ പോവാ കേട്ടോ. പുതിരത്തേക്ക് അങ്ങോട്ട് പോവാണേ. അപ്പൊ പിന്നെ അവരങ്ങനെ പോയി. അപ്പൊ ഞാന് നേരെ ഇവരുടെ കൂടി ഈ കാറിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോകട്ടെ ചെയ്ത്. എനിക്കാണെങ്കിൽ ആർക്ക് ഫുഡൊക്കെ കൊടുത്തയക്കണേ വിചാരിച്ചതാണ് കേട്ടോ ഞാന്. പക്ഷെ ഇവര് പോവാനിപ്പോ അവിടെ കയറി വീട്ടിൽ വേഗം ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുമ്പോഴേക്ക് വേഗം വിസ്കണില്ല, ഐസ്ക്രീം ഒക്കെ കഴിച്ചു. ഇനി അഞ്ചൂര് നാളെ പോകണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പോയിട്ടോ. ഞങ്ങൾ നേരെ ഇതേ കാറിൽ നമ്മുടെ ഇവിടേക്ക് കേട്ടോ പോണത്, ചാത്തന്നൂർക്കാണേ പോണത്. നമ്മള് കണ്ടൂലേ? കണ്ടു. കറിയോ വേണ്ട, മനോജേട്ടങ്ങോട്ട് പോരെ. ഉണ്ണിയാണെങ്കിൽ കുറേ നേരം ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ വരണ നേരത്തേക്കാട്ടെ എനിക്കുണ്ടായിരുന്നത്. പിന്നെ മനോജാട്ട് വിശക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതേ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ മേശമ്മ കൊടുത്ത് വെച്ചു. ഓരോരുത്തർ കഴിക്കട്ടെ വെച്ചിട്ട് പിന്നെ വെൻചേട്ടൻ ഞങ്ങളുടെ കൂടെ പോന്നിട്ടും ഉണ്ടായിരുന്നില്ല. കൂട്ടുകാരനൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടാണ് വെൻചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെൻചേട്ടൻ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തു. അങ്ങനെ അതേ വന്നു കയറി. പിന്നെ അതേ പിള്ളേരെല്ലാവരും ഇവിടെ തേജുവിന് പിന്നെ ഒന്നില്ലെങ്കിൽ ഒരാൾ കളിക്കാൻ കിട്ടിയ അവർ ധാരാളമാട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട് മുറ്റത്ത് നല്ല കളിയാണെന്ന് കേട്ടോ. പിന്നെ നമ്മൾ കയറി നമ്മുടെ എന്താ പറയുക മനോജേട്ടന് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. കാരണം വന്നിട്ട് അങ്ങനെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇവർ ഇവിടെ കളിക്കുകയാണെങ്കിൽ കളിക്കട്ടെ, ഓരോരുത്തർക്ക് ഞാൻ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷെ എല്ലാവരും ഇതേ ചെക്കക്കുട്ടി എറ്റ് കിടക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും അതിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. കാരണം ഇത്ര നേരം ഞങ്ങൾ എല്ലാവരും അടുത്ത് പേടിപ്പിച്ച് കരച്ചിലാണെന്ന് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഓക്കെ ആയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർക്കൊക്കെ ഞാൻ ഫുഡ് എടുത്ത് കൊടുത്തു. ഞാൻ കൊടുക്കല്ല, അവിടെ കൊണ്ടുവച്ചു. എല്ലാവരും വിളമ്പി കഴിക്കാണ്ട് ചെയ്ത്. അപ്പോൾ അതേ ഇവരെല്ലാവരും കഴിക്കായിരുന്നു. ഇനി ഓരോ ട്രിപ്പായിട്ട് ഓരോരുത്തർ കഴിഞ്ഞിട്ട് ഇരിക്കാന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ കുട്ടികൾക്കും അതേട്ടോ നമ്മളൊപ്പം കൊടുത്തു. കാരണം അവർക്കും വിശക്കൂലോ. അപ്പോൾ അവരായിട്ട് ഇവരുടെ ഒപ്പം ഇരുത്തി ഇവരിതേരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വേഗം കുഞ്ഞിച്ചക്കൻ്റെ അടുത്തേക്ക് പോയി. ഇപ്പം കരച്ചിലൊന്നും ഇല്ല കേട്ടോ. കുറേ നേരം വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ട് സെൽഫി ക്യാമറയിൽ അവരെ കാണിച്ചിട്ട് നമ്മളിങ്ങനെ വർത്താനം പറയുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാട്ടാ. എന്തൊക്കെയോ ഇങ്ങനെ പറയും. ഫോട്ടോ എടുക്കുന്നത് നല്ല ഇഷ്ടം. ഞാൻ അവിടുന്ന് സെൽഫി എടുക്കുമ്പോ ഓ പറയുന്നുണ്ട്. ചീത്ത പറയല്ലേ ഈ ചെക്കനാണ് എപ്പോഴും കരയണ ആള്. അങ്ങനെ അവരുടെ ഫുഡ് അടി കഴിഞ്ഞിട്ട് ഞാൻ അവിടെയൊക്കെ ക്ലീൻ ആക്കട്ടെ. ക്ലീൻ ആക്കിയിട്ട് ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. അതായത് ഞാൻ പാറു രേഖ ചേച്ചി ഞങ്ങൾക്ക് കൂടി കഴിക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ തുടച്ചൊന്ന് സെറ്റാക്കിയിട്ട് ഞാനിതേ കഴിക്കാൻ വെച്ചിട്ടാട്ടാ. പാറ ക്ഷീണ പണി കേട്ടോ. കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. അവൾക്ക് ഫസ്റ്റ് ചെയ്തല്ലേ ചെറുപ്പത്തില്. അതിനെപ്പോഴും ചെയ്തോണ്ടിരിക്കുക അവിടെ. ഇതിലിതേ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അതാ ഞാൻ വോയിസ് അത് കട്ടാക്കിയത്. കാരണം കൊല കോപ്പിറൈറ്റ് കിട്ടുമല്ലോ. അപ്പോൾ ഇതേ പാട്ടൊക്കെ വെച്ചിട്ട് ഇതേ ഡാൻസും കളി വർത്താനം ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുഞ്ഞിച്ചക്കനാണെങ്കിൽ പാട്ട് TV കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അതിൽ ലയിച്ച് കിടക്കുക.
സ്റ്റോക്ക് എല്ലാവരും ഉണ്ട് കേട്ടോ. കാരണം തേജു ആയാലും അവള് ഉണ്ണിയും പിന്നെ എല്ലാവരും ഇട്ടാ ഇങ്ങനെ വട്ടട്ടിരുന്ന് കളിപ്പിക്കുമ്പോൾ പിന്നെ കുറച്ചു നേരം കിടക്കുന്നുണ്ട്. ഇതേപോലെ രാവിലെ കിടക്കാൻ ഒരു സമാധാനം ഉണ്ടായിരുന്നു. രാവിലെ കുറച്ച് കരച്ചിൽ കൂടുതലായിരുന്നു. പിന്നെ അവൻ വന്ന വഴിക്ക് എൻ്റെ ചെക്കന്മാരെ എല്ലാവരെയും കണ്ടപ്പോൾ ഒന്ന് പേടിച്ചു തോന്നുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ മേശായ്മ മൊത്തം ഒട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ ചോറും മറ്റൊക്കെ. അപ്പം അതൊക്കെ വെച്ച് തുടച്ചിട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ഞാനും രേഖ ചേച്ചിയും പാറും ഞങ്ങൾ 3 ആളും കൂടിയിട്ട് ഇതേ വേഗം ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഒക്കെ ചെക്കന്മാരാണേ. അപ്പം അത് എല്ലാവരും സൈഡായി തുടങ്ങിയിട്ടോ. പിന്നെ തേജൂര് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പെയിന്റിങ് കളർക്ക് ആരെങ്കിലും ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ചിരുത്തുവേ. പിന്നെ എല്ലാം ഒതുങ്ങിയതിന് ശേഷം നേരത്തെ പോയിട്ടു. ഇവര് ഇപ്രാവശ്യം 10 മണി ആകുമ്പോഴേക്കും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം 1 മണി 2 മണിയൊക്കെ ആയിട്ടാണ് തൊട്ട് പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതെന്താ വെയിച്ചാലേ ഉണ്ണിക്ക് ഉറങ്ങണം. പിന്നെ ഉണ്ണിയുടെ അറിയാലോ, അതുകൊണ്ട് അവർ നേരത്തെ ഇറങ്ങി. രാവിലെ ഉച്ചയാകുമ്പോഴേക്കും വന്നതല്ലേ. അപ്പൊ പിന്നെ അവനൊരിത് വേണ്ട, ബുദ്ധിമുട്ട് വേണ്ട വെച്ചിട്ട് അവര് നേരത്തെ ഇറങ്ങിയിട്ടാ. കുഞ്ഞിച്ചക്ക ചക്ക ടാറ്റ 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 എന്ത് ചെലവ്? ചെലവ് ഞങ്ങൾ 3 ഷെയർ ചെയ്തിട്ട് അങ്ങോട്ട് കിട്ടൂലേ 10 റുപ്യ. കിട്ടലോ. ഇവരെല്ലാവരും കൂടിക്കഴിഞ്ഞ് ഇങ്ങനെ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തി വെച്ചത് കളിയാക്കി ഇതാക്കി ഇരിക്കും കേട്ടോ. നല്ല രസമാണ് എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ കേട്ടോ. ഭയങ്കര ഒരു പ്രത്യേകത വൈബാണ്. അതായത് നമ്മുടെ വൈഫ് അല്ല തെറ്റിപ്പോയി ഇവരെല്ലാവരും പിന്നെ നമ്മൾ ഇവരുടെയൊക്കെ വൈഫും പിള്ളേരും അവരെല്ലാവരും കൂടിയിട്ട് കൂടുമ്പോഴേ നല്ല രസമാട്ടാ. അങ്ങനെ അതേ ടാറ്റൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അതേ ഓരോരുത്തർ ഇനി നമ്മുടെ മനോജേട്ടനെ പാറോനെയും ചെത്തുട്ടേട്ടനെയും അവിടെ വല്ലപ്പുഴയിൽ അവിടെ വീട്ടിലാക്കിയിട്ട് വേണം ഇവർക്ക് ഇവരുടെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് കുറച്ചുകൂടി നേരത്തെ ഇറങ്ങി. പിന്നെ രേഖ ചേച്ചി ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ രേഖ ചേച്ചിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ എല്ലാവർക്കും അവരവരുടേതായ ഫാമിലിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് പിന്നെ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് എല്ലാവരും, അല്ലെങ്കിൽ ഇവിടുന്ന് എന്തായാലും 2 മണിയായിട്ടേ പോവുള്ളൂ. പിന്നെ നമ്മുടെ തേജുവിന് ആര് പോകുമ്പോഴും ഞാൻ പറയാറില്ലേ യാത്രയാക്കാൻ വന്നത് ഇപ്പോൾ കുറവാണ്. വരുമ്പോൾ കാര്യമായിട്ട് സ്വീകരിക്കും. പക്ഷെ അവർ പോകുമ്പോൾ കുട്ടി വേഗം അകത്തേക്ക് ഓടിക്കയറിയിട്ട് ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങനെ വിളിക്കുന്നുണ്ട്, അങ്ങനെ പോകാൻ പാടില്ല, അവർ പോയി കഴിഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് യാത്രയാക്കിയിട്ട് അകത്ത് കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ. എന്നാലും അവർ പോണത് കാണാൻ വയ്യാട്ടോ അവർ. അങ്ങനെ അതെ അവരും പോയി. അങ്ങനെ ഇവരും കൂടി പോയപ്പോൾ മൊത്തത്തിൽ ഇതൊരാളൊഴിഞ്ഞാൽ പൂരപ്പറമ്പായിട്ടുണ്ട് കേട്ടോ ശരിക്കിത്. കാരണം ഞാനും തേജു വിൻഷേട്ടനും മാത്രമായില്ലോ. അങ്ങനെ അതേ വിൻഷേട്ടൻ ഗേറ്റൊക്കെ അടച്ച് പിന്നെ പൈപ്പിൽ നിന്ന് ചെറുതായി വെള്ളം ലീക്കായി പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ ശരിയാക്കാണെന്നു. എല്ലാവരും പോയി. ഞങ്ങളിത് എവിടെയൊക്കെ ഒന്ന് ഒതുക്കുകയാണ് കേട്ടോ. ഫുഡുകളൊക്കെ കുറച്ച് ശേഷം ബാക്കിയുണ്ട്. അതൊക്കെ അതേ കഴുകി ഒതുക്കുകയാണ്. വെള്ളിപ്പാത്രങ്ങളൊക്കെ വിൻഷേട്ടൻ അവിടെ നിന്ന് കഴുകണ്ടേ. അതായത് നമ്മുടെ ചിക്കൻ കൊടുന്നത് അതൊക്കെ ഇല്ലേ, അതൊക്കെ കഴുകി വെക്കണ്ട്. ഇതും കൂടി കഴുകാനുള്ളതാ. ഇത് 2 മിനിറ്റ് കഴുകി തരാമെന്ന് പറഞ്ഞു. എനിക്കുള്ള പണി ഇവിടൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക, ഇവിടെ ഉള്ള പാത്രങ്ങൾ കഴുകുക, തുടയ്ക്കുക. ദേ റൈസ് ഇത്ര ഉണ്ടാടന്നു. ഇച്ചിരി കൂടിയും ബാക്കിയുണ്ട്. ഫ്രിഡ്ജിൽ വെക്കാം. അത് അടുത്ത് കൊടുത്തു കേട്ടോ അടുത്തേക്ക്. പക്ഷെ എന്നാലും ബാക്കി വന്നു. ചെറിയ പണികളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസ് ഒന്നും എടുക്കണില്ല. ഒതുക്കുക, പോയി കിടക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ പൂരത്തിൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എവിടെയാണ് ലേറ്റ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.